നമസ്കാരം. SB ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്നും പറയാറുള്ളത് പോലെ തന്നെ ഈ വീഡിയോകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതോടൊപ്പം അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഇന്ന് നമുക്ക് കുറച്ച് കടൽ കടന്നു പോകാം. കടൽ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, അമേരിക്കയിൽ നോബൽ സമ്മാനം ലഭിക്കാത്തതിൻ്റെ വല്ലാത്ത തിളപ്പിലും വിഷമത്തിലും കിടന്ന് അതൊരു വല്ലാത്ത ഫ്രസ്ട്രേഷനായി മാറി ഈ ലോകരാജ്യങ്ങളുടെ എല്ലാം മുകളിൽ ഞാനാണ് അധിപതി എന്നൊരു തോന്നലുമായി നിൽക്കുന്ന മറ്റാരുമല്ല ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ശക്തരിൽ ശക്തനെന്ന് നടിക്കുന്ന ഒരു ഭരണാധികാരി, അമേരിക്കയുടെ പ്രസിഡന്റ്. അദ്ദേഹത്തിന് ഇപ്പോൾ വെനസ്വലയോട് ഒരു പ്രണയം. വെനസ്വലയെ എങ്ങനെയെങ്കിലും അറ്റാക്ക് ചെയ്യുക, വെനസ്വലയെ പിടിച്ചടക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്. ഒരു രാത്രിയിൽ തൻ്റെ പട്ടാളവുമായി ഒരു രാത്രിയിൽ പെട്ടെന്ന് തന്നെ ഒരു സൈനിക വിന്യാസം നടത്തിക്കൊണ്ട് വെനസ്വലയിലെ അവിടുത്തെ പ്രധാനിയായ പ്രസിഡന്റിനെ പിടിച്ചടക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉൾപ്പെടെ കൊണ്ടുവന്ന് ന്യൂയോർക്കിലെ ഒരു ജയിൽ, മാൻഹട്ടൻ ജയിലിൽ കൊണ്ടുവന്ന് തടവറയിലാക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് ഈ ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ വിറപ്പിച്ച് നിർത്താൻ ഈ ഡൊണാൾഡ് ട്രംപ് ആണോ ലോക പോലീസ് ആണോ? അങ്ങനെ ലോക പോലീസ് ചമയാണോ? ഇറാനെതിരെ ആക്രമണം, ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമ്പോൾ ഇസ്രായേലിനൊപ്പം നിന്നുകൊണ്ട് ഇറാനെതിരെ ആക്രമണം നടത്തുക. അവസാനം ഇറാൻ എന്ന് പറയുന്ന ശക്തമായ രാഷ്ട്രം തിരിച്ചടിക്കുന്നു. ഇറാൻ പോയി പണി നോക്കാൻ പറയുന്നു. ഒറ്റ രാത്രി കൊണ്ട് ഇവിടെ ഗൾഫ് നാടുകളിൽ കിടക്കുന്ന അമേരിക്കയുടെ ആർമിക്കെതിരെ ഇവിടുത്തെ ഒരു തൊടുത്തുപിടിയിലുണ്ടാകുന്നു. തീർന്നു. അതോടുകൂടി ഈ പറയുന്ന ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ വിറപ്പിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന അമേരിക്ക എന്ന് പറയുന്ന, അല്ലെങ്കിൽ അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപിന് മുട്ടുവിറച്ചു അക്ഷരാർത്ഥത്തിൽ. അപ്പോഴേക്ക് ഇറാനൊപ്പം ബാക്കിയുള്ള രാജ്യങ്ങൾ കൂടി ചേർന്നു. നമുക്കറിയാം, നോർത്ത് കൊറിയ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങൾ കൂടി അങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞപ്പം അമേരിക്കയ്ക്ക് ആ പട വിറച്ചുപോയി. അമേരിക്കയോട് പറഞ്ഞു, നിങ്ങളുടെ കപ്പലുകൾ തീരത്തേക്ക് അണയുന്നത് നിങ്ങളുടെ പട്ടാളക്കാരുടെ ജഡവുമായിട്ടായിരിക്കും എന്ന് മുന്നറിയിപ്പ് കൊടുത്തു. ആരാണ്? ഇറാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം. അതോടുകൂടി തീർന്നു. അതോടുകൂടി അഹങ്കാരമെല്ലാം ശമിച്ചു എന്ന് കരുതിയതാണ്. അപ്പോഴാണ് ലോക സമാധാനത്തിന് വേണ്ടി ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളും യുദ്ധം ചെയ്യാതിരിക്കാൻ, എന്നിട്ട് പറയുന്നത് എന്താണ്? ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ ഞാൻ ഇടനില നിന്നുകൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. എന്ത് പ്രശ്നമാണ് പരിഹരിച്ചത്? ഇസ്രായേലിൻ്റെ രോഗം ഇതുവരെ മാറിയിട്ടില്ല. ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ രോഗം മാറിയിട്ടില്ല. എന്നിട്ട് ഈ ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ നമ്മുടെ രാജ്യത്ത് കുറേയധികം ആൾക്കാരുണ്ട് എന്നുള്ളതാണ് അതിലെ രസം. എന്നിട്ട് ഇപ്പോൾ വെനസ്വലയിൽ എന്താണ് പ്രശ്നം? വെനസ്വലയിലെ പ്രസിഡന്റായിരുന്ന നിക്കോളാസ് മറോഡയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും സീലിയ ഫ്ലോറസ്, ഇവര് അമേരിക്കയിലേക്ക് ടൺ കണക്കിന് കൊക്കൈൻ കടത്താൻ ലക്ഷ്യം വെച്ചിരുന്നു. ടൺ കണക്കിന് കൊക്കൈൻ. അതോടൊപ്പം ആയുധക്കടത്ത്, ലഹരിക്കടത്ത്, മറ്റ് കള്ളക്കടത്ത് തുടങ്ങിയ, അതോടൊപ്പം തന്നെ ഭീകരവാദം, എല്ലാത്തിനെയും മുകളിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്ന ഒന്നാണ് ഈ ഭീകരവാദം. ആ ഭീകരവാദം കൂടി നടത്താൻ വേണ്ടി ഇവർ പ്ലാൻ ചെയ്തു. എന്താ അല്ലേ? ഇങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൻ്റെ മേൽ ഈ ആയുധക്കടത്തോ ലഹരിക്കടത്തോ ഭീകരവാദം തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുക. ഇറാഖിനെ മേലെ നടത്തിയ അങ്ങനെയല്ലായിരുന്നു. ഇറാഖിൽ സദ്ദാം ഹുസൈനെ പിടികൂടാൻ, അതും ഇതേപോലെ തന്നെ. എന്തിനായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇറാഖിനെ ആക്രമിച്ചതും? അതോടൊപ്പം ഇപ്പോൾ വെനസ്വലയെ കീഴടക്കി ഈ പറയുന്ന നമ്മുടെ നിക്കോളാസ് മറോഡോ അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉൾപ്പെടെ പിടിച്ചുകൊണ്ട് ജയിലിലടക്കിയതിന് പിന്നിൽ എന്താണ്? ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഇറാഖിനോട് തോന്നി എന്തായിരുന്നു, അത് തന്നെയാണ് വെനസ്വലയോടും തോന്നുന്നത്. ഇവിടെ മറ്റ് സൗദി അറേബ്യ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളെക്കാൾ, ഇറാനെയും കാനഡയെക്കാളിലും അധികം ഇവിടെ ക്രൂഡ് ഓയിലുള്ള ഒരു രാഷ്ട്രമാണ് വെനസ്വല. അതായത് നമ്മുടെ ലോകരാജ്യങ്ങളുടെ 17% വരുന്ന ക്രൂഡ് ഓയിൽ കിടക്കുന്നത് ഈ പ്രദേശങ്ങളിലാണ്. അതായത് സൗദി അറേബ്യ ആയിക്കോട്ടെ, മറ്റ് റഷ്യ ആയിക്കോട്ടെ, ഇറാൻ ആയിക്കോട്ടെ, കാനഡ ആയിക്കോട്ടെ, ഇറാഖ് ആയിക്കോട്ടെ, ഏത് രാഷ്ട്രമായിരുന്നാലും ഇവയ്ക്കെല്ലാം അപ്പുറത്താണ് ഇവരുടെ ഈ ക്രൂഡ് ഓയിൽ നിക്ഷേപം എന്ന് പറഞ്ഞാൽ. ഏകദേശം 303 ബില്യൺ ബാരൽ ക്രൂഡ് ഓയിലാണ് ഇവിടെ വെനസ്വലയ്ക്കുള്ളത്. അപ്പം അവരുടെ ഉദ്ദേശം വളരെ വ്യക്തമായില്ലേ? വെനസ്വലയെ വെച്ച് പണം ഉണ്ടാക്കാം എന്നാണ് അതായത് ട്രംപ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായും ഇവരുടെ ഈ ഒരു ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത്, ക്രൂഡ് ഓയിലിനപ്പുറത്ത് കുറേ സ്വർണവുമുണ്ട്. ഇതും കൂടി കണ്ടുവെച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ശ്രമമാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അതിന് വലിയ ചെറിയ തുകയൊന്നുമല്ല, ഏകദേശം $17.3 ട്രില്യൺ മൂല്യമുണ്ട് ഇതിന്. 17.3 ട്രില്യൺ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എത്രത്തോളം ഒരു സമ്പദ്ഘടനയിൽ കടന്നുകയറ്റമാണ് ശരിക്കും അമേരിക്ക ഇപ്പോൾ വെനസ്വലയുടെ മേലെ നടത്തുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ.
എന്നിട്ട് പറയുന്നത് എന്താണ്? അതിൻ്റെ മേലെ ഏതൊരു രാജ്യത്തെയും കീഴടക്കാൻ വേണ്ടി ഇപ്പം പണ്ട് നമുക്കറിയാം, അമേരിക്ക ഇറാഖിനെ ആക്രമിച്ച സമയത്ത് എന്താണ് പറഞ്ഞത്? ഭീകരവാദത്തിനെ തടയിടാൻ വേണ്ടിയിട്ട്. ഇസ്രായേലിനൊപ്പം നിന്നുകൊണ്ട് ഇപ്പോൾ മറ്റ് ചെറിയ ചെറിയ സിറിയ അടക്കമുള്ള ഗാസയടക്കമുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ എന്താണ് അവിടെയും ലക്ഷ്യമാക്കുന്നത്? അവിടെയും പറഞ്ഞ് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് എതിരായുള്ള പ്രവർത്തനമെന്നാണ് അമേരിക്ക നൽകുന്ന ഒരു വിശദീകരണം. ഇവിടെയും അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. ഇവിടെയും കള്ളക്കടത്ത് തടയാനും മയക്കുമരുന്ന് തടയാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഷാവേസിൻ്റെ കാലത്തിന് ശേഷം ഈ പറയുന്ന നമ്മുടെ വെനസ്വേല കുറച്ച് ഡിമ്മാണ്. കാര്യം ഒരുപാട് അധികം സാമ്പത്തിക ഘടനയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. സാമ്പത്തികമായി കുറച്ച് പിന്നാക്ക അവസ്ഥയിലേക്ക് പോയിരുന്നു. അപ്പോഴും തന്നെയുമല്ല, ഇതിൻ്റെ കുറച്ച് ഈ തിക്നെസ് കുറച്ച് കൂടിയതായുണ്ട്. അതായത് അവിടുത്തെ എണ്ണ ക്രൂഡ് ഓയിൽ കൊണ്ടുവന്ന് അതിനെ റിഫൈനറികളിലേക്ക് മാറ്റുന്നതിന് മുമ്പ് കുറച്ചധികം രാസവസ്തുക്കൾ കൂടി ചേർത്താൽ മാത്രമേ ഇതിനെ ഒന്നൊരു നോർമൽ കണ്ടീഷനിലേക്ക്, ഒരു പെട്രോളിയം വേർതിരിച്ചെടുക്കുന്ന അല്ലെ പെട്രോൾ ഉൽപ്പന്നങ്ങൾ വേർതിരിച്ചെടുക്കുന്ന തരത്തിലേക്ക് മാറ്റാൻ കഴിയുള്ളൂ ഈ ക്രൂഡ് ഓയിലിനെ. അപ്പം പൊതുവെ ഈ എണ്ണ അധികം ആരും എടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്, അതായത് ഈ വെനസ്വേലയിൽ നിന്നുള്ള. പക്ഷേ എന്നിരുന്നാൽ പോലും വലിയ തോതിലുള്ള ഒരു ശേഖരം അവിടെ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ തന്നെയുമല്ല, അവിടുത്തെ ജനങ്ങൾക്ക് അവിടുത്തെ ഭരണാധികാരികൾ ഇതുവരെ നടത്തിപ്പോന്നിട്ടുള്ള ആനുകൂല്യങ്ങൾ ഇതെല്ലാം ആ നാടിനെ വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിച്ചു എന്നുള്ളതും വാസ്തവമാണ്. അപ്പോൾ ഇങ്ങനെ സാമ്പത്തികമായി കുറച്ചധികം പിന്നോക്കാവസ്ഥയിലേക്ക് നിൽക്കുന്ന വെനസ്വേലയെ കടന്നാക്രമിക്കുക, അവിടെ അവരെന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു? അവിടെ നിന്ന് മയക്കുമരുന്ന് കച്ചവടത്തിന് അവർ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ മയക്കുമരുന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ ആയുധക്കടത്ത്, ഭീകരവാദം തുടങ്ങിയ കാര്യങ്ങൾ എടുത്തിട്ട് ഇവരുടെ തലയിലേക്ക് കൊണ്ട് കൊട്ടിയിട്ടുകൊണ്ട് ഈ രാജ്യത്തെ കീഴ്പ്പെടുത്തി ഈ രാജ്യത്തെ പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് ശരിക്കും അമേരിക്ക, അല്ലെങ്കിൽ ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ ലോക പോലീസ് സ്വയം ചമഞ്ഞു നടക്കുന്ന ഈ രാഷ്ട്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയ ഭീകരമായ ഒരു പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭീകരമായ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഏത് രാഷ്ട്രത്തിന് നേരെയും, കൊളംബിയ, കെനിയ, ഏത് രാഷ്ട്രത്തിൻ്റെ പേരെയും, ക്യൂബ, ഏതൊരു രാജ്യത്തിൻ്റെ മേലെയും ഇത്തരത്തിലുള്ള ഒരു ഉപരോധം ഏർപ്പെടുത്താൻ തക്ക ശേഷിയുണ്ട് തങ്ങൾക്ക് എന്ന് വരുത്തി തീർക്കാൻ പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്ത അതേ നടപടിക്രമങ്ങളിലൂടെ അമേരിക്ക ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ട്രംപിൻ്റെ ഈ വൃത്തികെട്ട ലോക സമീപനങ്ങൾ കൊണ്ട് ഇവിടെ മാർപ്പാപ്പ പോലും ഇതിനെ മാർപ്പാപ്പ പറഞ്ഞു വെനസ്വേല ഒരു സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കണം എന്നുള്ളത് തന്നെയാണ് മാർപ്പാപ്പയുടെ അഭിപ്രായം. അതായത് ഈ വെനസ്വേലയെ അമേരിക്കയെ ആക്രമിച്ച ഈ സമയത്ത് ലോകരാജ്യങ്ങൾ പോലും ഇതിനെ അപലപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഇന്ത്യയുടെ നിലപാട് ഇതുവരെ ഇന്ത്യ വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നിരുന്നാൽ തന്നെയും ഇടത് പാർട്ടികൾ അടക്കമുള്ളവർ വെനസ്വേലയ്ക്ക് മേൽ അമേരിക്ക നടത്തിയ ഈ ഒരു സാമ്രാജ്യത്വ കടന്നുകയറ്റത്തിനെ, ഭീകരവാദത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണെങ്കിലും ഇതൊരു സാമ്രാജ്യത്വ കടന്നുകയറ്റം തന്നെയാണ്, അതിനെതിരെ ശക്തമായ ഒരു നീക്കം, സമരപരിപാടികൾ ലോകരാജ്യങ്ങളിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം ഈ ഭീകരവാദത്തെ തുടച്ചു നീക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ശ്രമങ്ങളെല്ലാം തന്നെ അതത് രാഷ്ട്രങ്ങളിലെ അവിടുത്തെ എണ്ണയോ അല്ലെങ്കിൽ അവിടുത്തെ തനതായിട്ടുള്ള ഒരു റിസോഴ്സസ് കണ്ടിട്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പല രാജ്യങ്ങളുടെയും GDP-യേക്കാൾ മേലെ വളർന്നു നിൽക്കുന്ന എണ്ണ ഉൽപ്പാദന മേഖല തന്നെയാണ് വെനസ്വേല എന്നുള്ള കാര്യവും നമ്മൾ മറന്നു കളയരുത്. അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.